ഗുഡ് മോർണിംഗ് ടു എവറി വൺ. എല്ലാവർക്കും നമ്മുടെ ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ഫ്രേസുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കാരണം ഇംഗ്ലീഷിൽ ഫ്ലുവൻസിയോട് കൂടി സംസാരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ഫ്രേസുകൾ ഉണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ എന്നും സംസാരിക്കാറുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഫ്രേസുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം അല്ലേ. നമ്മുടെ ഒന്നാമത്തെ ഫ്രേസാണ് വൺ മോർ ടൈം. എന്താണ് വൺ മോർ ടൈം? നമ്മളെപ്പോഴും കേൾക്കാറുള്ളൊരു വേർഡ്സ് ആണ് അല്ലേ, വേർഡ് അല്ലേ. വൺ മോർ ടൈം അല്ലെങ്കിൽ വൺസ് മോർ, അതുപോലെ തന്നെ വൺസ് അഗെയിൻ. ഈ മൂന്നിൻ്റെയും അർത്ഥം സെയിം ആണ്, ഒരു തവണ കൂടി, ഒരു തവണ കൂടി. അതുപോലെ ഈ മൂന്ന് ഫ്രേസുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കോൺവെർസേഷനിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളതാണ് വൺ മോർ ടൈം. കാരണം ഇതൊരു ഇൻഫോർമൽ വേർഡാണ് വൺ മോർ ടൈം. നമുക്ക് വൺസ് അഗെയിൻ, വൺസ് മോർ ഒക്കെ യൂസ് ചെയ്യാം, പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ വൺ മോർ ടൈം ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു പാട്ട് പാടുകയാണ്, അപ്പോൾ എനിക്ക് നിങ്ങളുടെ പാട്ട് വളരെയധികം ഇഷ്ടമായി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, എക്സ്ക്യൂസ് മീ, ക്യാൻ യു സിംഗ് ദാറ്റ് സോങ് വൺ മോർ ടൈം? ക്യാൻ യു സിംഗ് ദാറ്റ് സോങ് വൺ മോർ ടൈം? നിങ്ങൾക്ക് ആ പാട്ട് ഒന്നുകൂടി പാടാൻ കഴിയുമോ? ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക? നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യം അതിനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളത്? വൺ മോർ ടൈം യൂസ് ചെയ്യാറുള്ളത്. ചെയ്ത അതേ കാര്യം ഒന്നും കൂടി ആവർത്തിക്കുക. ഓക്കെ, അപ്പോഴാണ് നമ്മൾ വൺ മോർ ടൈം, വൺസ് മോർ, അതുപോലെ വൺസ് അഗൈൻ യൂസ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് വളരെയധികം നിങ്ങളുടെ പാട്ട് ഇഷ്ടമായി. ഞങ്ങളോട് പറയാണ്, പ്ലീസ് നിങ്ങൾ ആ ഒരു പാട്ട്, പാടിയ പാട്ട്, അതേ പാട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുമോ? ക്യാൻ യു സിംഗ് ദാറ്റ് സോങ് വൺ മോർ ടൈം? ഇനി ഈ വൺ മോർ ടൈം എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസിന് പകരം നമുക്ക് വൺസ് മോർ എന്ന് പറയാം. എക്സ്ക്യൂസ് മീ, ക്യാൻ യു സിംഗ് ദാറ്റ് സോങ് വൺസ് മോർ? ക്യാൻ യു സിംഗ് ദാറ്റ് സോങ് വൺസ് അഗെയിൻ? ഒരു തവണ കൂടി നിങ്ങൾക്ക് ആ പാട്ട് പാടാൻ കഴിയുമോ എന്നായി. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു മറ്റൊരു ഉദാഹരണം പറയാണ്. എൻ്റെ കയ്യിൽ 5 സമൂസ ഉണ്ട്. എൻ്റെ കയ്യിൽ 5 സമൂസ ഉണ്ട്. റിസോൾ എന്ന് പറയും. എന്താ പറയുക? റിസോൾ, സമൂസ, റിസോൾസ്. റിസോൾ എന്ന് പറഞ്ഞാൽ സമൂസ. എൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? 5 സമൂസ ഉണ്ട്. ഐ ഹാവ് 5 റിസോൾസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുകയാണ്, അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, അല്ല ഒരു സമൂസ എനിക്ക് തന്നൂടെ? Could you please give me one risol? Could you please give me one risol? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സമൂസ തന്നു. അപ്പോൾ നിങ്ങൾ പറയാണ് വൺ മോർ ടൈം. നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്? ഒന്നുകൂടിയാണ്. നിങ്ങൾ ഉദ്ദേശിച്ചതാണ് ഒന്നുകൂടിയാണ്, പക്ഷെ നിങ്ങൾ പറഞ്ഞതോ ഇതായി എന്ത്? വൺ മോർ ടൈം. വൺ മോർ ടൈം. നിങ്ങൾ വൺ മോർ ടൈം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നും ആ തന്ന സമൂസ തിരിച്ചു വാങ്ങിയിട്ട് ഞാൻ ഒരു തവണ കൂടി നിങ്ങൾ തരികയാണ്. ഓക്കെ, പിടിച്ചോളൂ. അപ്പോൾ നിങ്ങൾ എനിക്കൊന്നുകൂടി വേണം. അപ്പോൾ ഒന്നുകൂടി വേണമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് വൺ മോർ ടൈം അല്ല ഉപയോഗിക്കുക, അവിടെ നമ്മൾ ഉപയോഗിക്കും വൺ മോർ ഉപയോഗിക്കും. എന്ന് പറയാം വൺ മോർ. ഓക്കെ, വൺ മോർ ടൈം എന്ന് പറഞ്ഞാലോ നമ്മൾ ചെയ്ത അതേ കാര്യം ഒന്നും കൂടി ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് സമൂസ തന്നു, നിങ്ങൾ പറഞ്ഞു വൺ മോർ ടൈം. അപ്പോൾ ഞാൻ സമൂസ വീണ്ടും തിരിച്ചു വാങ്ങി വീണ്ടും തരികയാണ്. കാരണം നിങ്ങൾ എന്താ പറഞ്ഞത്? വൺ മോർ ടൈം. ഓക്കെ, അപ്പോൾ അവിടെ വൺ മോർ ടൈം എന്ന് പറഞ്ഞാൽ പോരാ, വൺ മോർ എന്ന് പറയണം. ഐ നീഡ് വൺ മോർ റിസോൾ. എന്ത് വേണം? ഐ നീഡ് വൺ മോർ റിസോൾ. എനിക്ക് ഒരു സമൂസ കൂടി വേണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അതാണ് വൺ മോർ. വൺ മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടിയാണ്. ഒന്നുകൂടി, എക്സ്ട്രാ, ഒന്നുകൂടി പുതിയതായിട്ട് ഒരു എക്സ്ട്രാ തരൂ. എക്സാമ്പിൾ നോക്കാം. ഐ നീഡ് വൺ മോർ ഓറഞ്ച്. ഐ നീഡ് വൺ മോർ ഓറഞ്ച്. എനിക്ക് ഒരു ഓറഞ്ച് കൂടി വേണം. ഒന്നുകൊണ്ട് പോരാ. ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വൺ. ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വൺ ഓറഞ്ച്. ഐ നീഡ് വൺ മോർ ഓറഞ്ച്. ഐ നീഡ് വൺ മോർ ഓറഞ്ച്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി എക്സ്ട്രാ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൺ മോർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ വൺ മോറിന് കൂടെ ടൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൺ മോർ ടൈം ആയി. അതിൻ്റെ അർത്ഥം മാറി, ഒരു തവണ കൂടി ചെയ്ത കാര്യം ഒന്നുകൂടി. ഇനി എനിക്ക് പറയണം കുറച്ചുകൂടി. ഒന്നല്ല, എനിക്ക് കുറച്ചുകൂടി തരുമോ? എനിക്ക് കുറച്ചുകൂടി തരുമോ? എന്ന് പറയാം സം മോർ. സം മോർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി. ഐ നീഡ് സം മോർ ഓറഞ്ചസ്. ഐ നീഡ് സം മോർ ഓറഞ്ചസ്. ഓക്കെ, എനിക്ക് കുറച്ചുകൂടി ഓറഞ്ചസ് വേണം എന്നായി. ഇനി ഞാൻ അടുത്ത് പറയാണ്, ഇവിടെ നോക്കണം, എ ലിറ്റിൽ മോർ, അതുപോലെ എ ഫ്യൂ മോർ. ഈ രണ്ട് ഫ്രേസിന് പകരം നമുക്കൊന്ന് ഉപയോഗിക്കാം. ഏതാണ്? സം മോർ. സം മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? എ ലിറ്റിൽ മോർ അല്ലെങ്കിൽ എ ഫ്യൂ മോർ. ഇനി ഇവിടെ എ ലിറ്റിൽ മോർ, എ ഫ്യൂ മോർ എന്താണ് വ്യത്യാസം? മീനിങ് സെയിം ആണ്. എന്ത്? സം മോർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി, എ ലിറ്റിൽ മോർ കുറച്ചുകൂടി, അതുപോലെ എ ഫ്യൂ മോർ കുറച്ചുകൂടി. എന്താണ് വ്യത്യാസം? വ്യത്യാസം സിമ്പിളാണ്, ഞാൻ പറയാം.
ഇവിടെ എ ലിറ്റിൽ മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലിറ്റിൽ, ഇവിടെ എ നിർബന്ധം കേട്ടോ, എ വന്നിരിക്കണം. എ ലിറ്റിൽ മോർ, ഈ 3 വേർഡ് അടങ്ങിയ ഒരു ഫ്രേസാണ്. ലിറ്റിൽ മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവായി, വളരെ കുറച്ചെന്നായി. എ ലിറ്റിൽ മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗണിൻ്റെ മുന്നേ, കാര്യങ്ങളുടെ മുന്നേ. ഞാൻ പറയണത് ഐ നീഡ് എ ലിറ്റിൽ മോർ റൈസ്. റൈസ് എന്ന് പറഞ്ഞാൽ റൈസ് അല്ലേ, അപ്പോൾ റൈസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. ഐ നീഡ് എ ലിറ്റിൽ മോർ ഷുഗർ. ഐ നീഡ് എ ലിറ്റിൽ മോർ വാട്ടർ. വാട്ടർ, ഷുഗർ, റൈസ് ഇതൊന്നും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതായതുകൊണ്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടതാണ് എ ലിറ്റിൽ മോർ. ഇനി നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിലോ അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് എ ഫ്യൂ മോർ. ഐ നീഡ് എ ഫ്യൂ മോർ ബുക്സ്. ഐ നീഡ് എ ഫ്യൂ മോർ ഓറഞ്ചസ്. ഐ നീഡ് എ ഫ്യൂ മോർ ആപ്പിൾസ്. ഓക്കെ, അപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലോ എ ഫ്യൂ മോർ എന്നാണ് കൗണ്ടബിൾ. ഇതാണ് കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ. ഓക്കെ, എ ലിറ്റിൽ മോർ അൺകൗണ്ടബിളിൻ്റെ കൂടെ. ഞാൻ പറഞ്ഞു എ ലിറ്റിൽ മോർ അതുപോലെ എ ഫ്യൂ മോർ, ഈ 2 ഫ്രേസിൻ്റെ പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? സം മോർ ഉപയോഗിക്കാം. അതിൻ്റെ കാരണമാണ് സം എന്ന് പറയുന്നത് ഇത് കൗണ്ടബിൾ ആണെങ്കിലും അതുപോലെ അൺകൗണ്ടബിൾ നമുക്ക് എണ്ണാൻ കഴിയുന്നതാണെങ്കിലും അതുപോലെ എണ്ണാൻ കഴിയാത്തതാണെങ്കിലും നമുക്ക് അവിടെ സം ഉപയോഗിക്കാം. ഞാൻ പറയാണ് ഐ നീഡ് സം വാട്ടർ. വാട്ടർ കൗണ്ട് ചെയ്യാൻ കഴിയില്ല, നീഡ് സം ഉപയോഗിച്ചു. ഐ നീഡ് സം വാട്ടർ. അതുപോലെ ഐ നീഡ് സം ബുക്സ്. ബുക്സ് എന്താണ്? കൗണ്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സം ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വ്യത്യാസം നോക്കാം. എന്താണ്? ഞാൻ പറയാണ് സം മോർ. ഞാൻ എഴുതാണ് ഇവിടെ സം മോർ. ഈ സം മോർ എന്ന് പറയുമ്പോഴും അതുപോലെ എ ലിറ്റിൽ മോർ, ഈ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണ്? നമുക്ക് എ ലിറ്റിൽ മോർ എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസിന് പകരം തീർച്ചയായിട്ടും നമുക്ക് സം മോർ ഉപയോഗിക്കാം. സം മോർ എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസിന് പകരം നമുക്ക് എ ലിറ്റിൽ മോർ ഉപയോഗിക്കാം. പക്ഷേ വ്യത്യാസം ഇതാണ്, നമ്മൾ എ ലിറ്റിൽ മോർ, എ ലിറ്റിൽ അതുപോലെ എ ഫ്യൂ എന്നൊക്കെ പറയുമ്പോൾ എമൗണ്ട് എണ്ണം നമുക്കറിയാം, കുറച്ചെന്നാണ് നമുക്കറിയാം, നമുക്ക് ചിന്തിക്കാം. പക്ഷെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കൂടുതലല്ല അതുപോലെ കുറവുമല്ല കൂടുതലുമല്ല, എമൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സം ഉപയോഗിക്കാനുള്ള കാരണം. എവ്രിഡേ കോൺവെർസേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സം ആണ് ഉപയോഗിക്കാറ് അല്ലേ? സം, അതാണ് ഇതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാം അല്ലേ? ഇവിടെ പറഞ്ഞു ഐ നീഡ് 1 മോർ ഓറഞ്ച്, ഒന്നുകൂടി. ഐ നീഡ് സം മോർ ഓറഞ്ച്, കുറച്ചുകൂടി. അതുപോലെ ഐ നീഡ് എ ലിറ്റിൽ മോർ റൈസ്. ഇവിടെ റൈസ് അൺകൗണ്ടബിൾ ആണ്, അതുകൊണ്ട് നമ്മൾ എ ലിറ്റിൽ ഉപയോഗിച്ചു. ഓറഞ്ച് കൗണ്ടബിൾ ആയതുകൊണ്ട് നമ്മൾ എ ഫ്യൂ ഉപയോഗിച്ചു. ഐ നീഡ് എ ഫ്യൂ മോർ ഓറഞ്ചസ്. ഇനി രണ്ടിൻ്റെയും പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? സം ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായിട്ടും. ഇനി അടുത്തതാണ് ദാറ്റ്സ് ഇനഫ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി. നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. യു ആർ ടോക്കിംഗ് ടു മച്ച്. ദാറ്റ്സ് ഇനഫ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളുടെ പ്ലേറ്റിലേക്ക് ഒരുപാട് റൈസ് ഇട്ടു തന്നു. അപ്പോൾ നിങ്ങൾ പറയണം ഇറ്റ്സ് മോർ ദാൻ ഇനഫ് ടു ഈറ്റ്. ഇതെന്താണ്? ആവശ്യത്തിൽ കൂടുതലാണ്, ആവശ്യത്തിൽ അധികമാണ്, എനിക്ക് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ആവശ്യത്തിൽ അധികമാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാം മോർ ദാൻ ഇനഫ്. ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. ഇനി നമുക്ക് പറയണം എന്ത്? ആവശ്യത്തിൽ കുറവാണെന്ന് പറയണം. അപ്പോൾ ലെസ് ദാൻ ഇനഫ് എന്ന് പറയാതെ അതിന് പകരം നമുക്ക് പറയാം എന്ത്? നോട്ട് ഇനഫ് എന്ന് പറയാം. നോട്ട് ഇനഫ് എന്ന് പറഞ്ഞാൽ മതി. നോട്ട് ഇനഫ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഇനഫ് ടു ഈറ്റ്. എന്താണ്? ആവശ്യത്തിൽ കുറവാണ്, കഴിക്കാൻ ആവശ്യത്തിൽ കുറവാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളൊരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സ് അയക്കുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവരിവൺ.